മൈഗ്രെയിൻ ഉള്ളവർ ഡയറ്റിൽ മാക്സിമം കൺട്രോൾ ചെയ്യേണ്ട 5 ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന്, പ്രോസസ്ഡ് ഫുഡ്, ഇൻസ്റ്റന്റ് ആയി കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ. ഇവയിലുള്ള നൈട്രേറ്റ്സ് പോലെയുള്ള പ്രിസർവേറ്റീവ്സ് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. 2, കോള, പെപ്സി പോലെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, എനർജി ഡ്രിങ്ക്സ്, ബോട്ടിലിൽ കിട്ടുന്ന ഫ്രൂട്ട് ജ്യൂസസ്. ഇവയിൽ പ്രിസർവേറ്റീവ്സ് മാത്രമല്ല ആഡഡ് ഷുഗർ, ഹൈ ഫ്രക്ടോസ്, കളറിംഗ് ഏജൻറ്റ്സ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. 3, അമിതമായി മധുരമുള്ള ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന സ്വീറ്റ്സ്, കേക്ക്, പേസ്ട്രീസ് അല്ലെങ്കിൽ ഓവറായി മധുരമുള്ള ഭക്ഷണങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ, മെയിൻലി റിഫൈൻഡ് ഷുഗർ, അസ്പാർട്ടമൈൻ പോലെയുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻറ്റ്സ്, ഇതൊക്കെ തന്നെ ഇത്തരം ഭക്ഷണങ്ങളിലും കാണാം. 4, ഫാറ്റി ഫുഡ്സ്, ഓവറായി ഓയിലി ആയ എണ്ണയുള്ള ഭക്ഷണങ്ങൾ. 5, മദ്യം. ഏത് ടൈപ്പ് ആൽക്കഹോൾ ആണെങ്കിലും ഈവൻ വൈൻ ആണെങ്കിലും മാക്സിമം ഒഴിവാക്കുക. ധാരാളം പേഷ്യൻസിന് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഓവറായി കഴിക്കുമ്പോൾ മൈഗ്രെയിൻ വരുന്നതായി പറയാറുണ്ട്. ഇനി ചില ആൾക്കാർക്ക് സ്പെസിഫിക് ആയ ഏതെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം. കറക്റ്റായി ഒരു മൈഗ്രെയിൻ ഡയറി ഫോളോ ചെയ്ത് എന്തൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കറക്റ്റായ ഫുഡ് ട്രിഗേഴ്സ് കണ്ടെത്താൻ പറ്റും. മൈഗ്രെയിൻ കൂടുതൽ വരാതിരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹായിക്കും. എന്നാൽ ഇതൊക്കെ ലൈഫ് ലോങ് ഒഴിവാക്കിയത് കൊണ്ട് മൈഗ്രെയിൻ മാറണമെന്നില്ല. അതിന് പ്രോപ്പറായ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. മൈഗ്രെയിൻ തലവേദന മാത്രമല്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അനലൈസ് ചെയ്ത് ഓരോ ആളുകൾക്കും വേണ്ട കൃത്യമായ മെഡിസിൻസ് ആണ് ഹോമിയോപ്പതിയിൽ നൽകുന്നത്. ഇതുപോലെ ഏതെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മൈഗ്രെയിൻ വരുന്നുണ്ടോ എങ്കിൽ അതേതെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.